So hello guys, welcome back to Bangalore Achai and also welcome to Transplantation Day Part 2 video. അങ്ങനെ എൻ്റെ എല്ലാ ഹെയറും ട്രിം ഒക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ നല്ല മൊട്ട തലയായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റാത്ത പല കാര്യത്തിനും ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാരിറ്റി തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ട്രിം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ OT-യിലേക്ക് കയറി. OT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയർ റൂമിലേക്ക് കേട്ടോ. സർജിക്കൽ ഡ്രസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രൊസീജിയർ റൂമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഡോക്ടർ പറഞ്ഞു അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനസ്തേഷ്യ എടുക്കുന്ന സമയത്ത് മാത്രം ചെറിയൊരു പെയിൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെയിൻ ഒന്നും കാണില്ല. പ്രൊസീജിയർ ചെയ്യുന്ന ഭാഗം മരവിപ്പിച്ചതുകൊണ്ട് ഡോണർ ഏരിയയിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുക്കുന്നത് അറിയാൻ പോലും പറ്റില്ല. അങ്ങനെ ഓരോ പ്രൊസീജിയറും തുടങ്ങുന്നതിന് മുമ്പ് പ്രോപ്പർ ആയിട്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോക്കൽ അനസ്തേഷ്യ ഒക്കെ തന്ന് പറഞ്ഞ പോലെ അനസ്തേഷ്യയുടെ ടൈമിൽ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് അത് കഴിഞ്ഞ് അവിടുന്ന് ഗ്രാഫ്റ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മ്യൂസിക്കും പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ പ്രൊസീജിയറിന് ശേഷം ഗ്രാഫ്റ്റ് എല്ലാം ഡോണർ ഏരിയയിൽ നിന്ന് അവർ എടുത്തു സെപ്പറേറ്റ് ചെയ്യാനും കൗണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി. അതിനുശേഷം ടോട്ടൽ 3133 ഗ്രാഫ്റ്റ് ആണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. 3133 ഗ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു ഗ്രാഫ്റ്റിന്റെ കൗണ്ട്. അങ്ങനെ ഗ്രാഫ്റ്റിന്റെ ഒക്കെ എണ്ണ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ചെറുതായിട്ട് എഴുന്നേറ്റിരുന്നോ, വേണമെങ്കിൽ വാഷ്റൂമിലൊക്കെ പോയിക്കോന്നു. അങ്ങനെ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി വന്നു. അങ്ങനെ വീണ്ടും നെക്സ്റ്റ് പ്രൊസീജിയർ എല്ലാം ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ ഗ്രാഫ്റ്റ് പ്ലാന്റ് ചെയ്യാനുള്ള ഹോൾസ് ഇടുന്നതായിരുന്നു നെക്സ്റ്റ് പ്രൊസീജിയർ. അങ്ങനെ പ്ലാന്റ് ചെയ്യുന്ന ഭാഗത്ത് ലോക്കൽ അനസ്തേഷ്യ ഒക്കെ തന്ന് ഹോൾസ് ഇടുന്ന പ്രൊസീജിയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിലും അനസ്തേഷ്യ തരുന്ന ടൈമിൽ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ ബ്രേക്ക് ടൈമിൽ ലഞ്ച് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ എന്താ പറയുക ഒരു പകുതിയോളം പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഡോണർ ഏരിയയിൽ നിന്ന് ഹെയർ എടുത്തു. ആൻഡ് അത് കഴിഞ്ഞ് പ്ലാൻ ചെയ്യേണ്ട ആ ഒരു ഏരിയയിലാണെങ്കിലും അനസ്തേഷ്യ തന്ന് അവിടെയും ഈ പറയുന്ന പോലെ അതിനുള്ള ഹോൾസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞതാ ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു ചപ്പാത്തിയും നല്ലൊരു വെജ് കുറുമയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡ്. ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇടയിൽ ഫുഡ് വ്ലോഗിങ് ചെയ്യുന്ന ആദ്യത്താണ് ചിലപ്പോൾ ഞാനായിരിക്കും. പിന്നെ പെയിൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനസ്തേഷ്യ തന്ന സമയത്ത് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. ആൻഡ് അനസ്തേഷ്യ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ആ ഒരു ഗ്രാഫ്റ്റ് എടുക്കുന്ന ടൈമിൽ പെയിൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കംപ്ലീറ്റ്ലി ഞാനും എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പെയിൻ ഉണ്ടാവുമല്ലോ എന്നുള്ളത്. പക്ഷെ പെയിൻ ഒന്നും ഇല്ലായിരുന്നു. പെയിൻ എല്ലാം കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. കാരണം അനസ്തേഷ്യ തന്നുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഡോണർ ഏരിയ കഴിഞ്ഞ് പിന്നെ പ്ലാന്റിങ് ഏരിയയിലും ഈ പറയുന്ന പോലെ അവർ അനസ്തേഷ്യ തന്നു. കാരണം അവിടെ ആ ഹോൾസും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്തും എനിക്ക് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. ചെറിയ പെയിൻ, ഭയങ്കര ഗ്രേറ്റ് പെയിൻ ഒന്നല്ല, ഒരു ആവറേജ് ഒരു പെയിൻ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ ഹോൾസ് വെക്കാൻ നേരത്ത് പെയിൻ എല്ലാം കുറഞ്ഞു. കാരണം അനസ്തേഷ്യയുടെ ഇതെല്ലാം ഉള്ളതുകൊണ്ട്. ആൻഡ് അത് കഴിഞ്ഞതായിപ്പോൾ വീണ്ടും ഇപ്പോൾ ലഞ്ച് ബ്രേക്കിലാണ്. ഇനി ഈ ചപ്പാത്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഇനിയാണ് മെയിൻ പ്രൊസീജിയർ, ഹെയർ ട്രാൻസ്പ്ലാന്റിങ്. അങ്ങനെ അതിനെപ്പറ്റി എല്ലാം ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു ആ ടൈമിൽ. ആൻഡ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തപ്പോൾ തന്നെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. അങ്ങനെ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നമ്മുടെ കഴിഞ്ഞു. ആൻഡ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ. നിങ്ങൾ നോക്കിയാൽ കാണാം. എൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ എനിക്ക് നല്ലപോലെ കയറിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഇവിടെ ഗ്രാഫ്റ്റുകളെല്ലാം വെച്ച് സെറ്റ് ചെയ്തു. ആൻഡ് ഈ ഒരു സൈഡിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടത്തേക്കാളും കുറച്ചുകൂടെ അധികം ഈ ഒരു സൈഡിലേക്ക് കാണാൻ പറ്റും കേട്ടോ. ആൻഡ് ഇതുപോലെ തന്നെ എൻ്റെ ടോപ്പ് സൈഡിലും ഇതേപോലെ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കയറിയിട്ടുണ്ടായിരുന്നു. സോ അതും അവര് കംപ്ലീറ്റ് അവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 3133 ഗ്രാഫ്റ്റുകളാണ് നമ്മൾ നമ്മുടെ തലയിൽ ഇപ്പം നിലവിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. സോ ഇപ്പം ഞാൻ ഈ ഒരു സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം എനിക്ക് അനസ്തേഷ്യ ഒക്കെ ചെയ്തതിൻ്റെ ചെറിയൊരു തലക്കനമുണ്ട്. വേറെ അങ്ങനെ കാര്യമായിട്ട് വേദനകളെന്ന് പറയാൻ മാത്രം വേദനകളൊന്നുമില്ല. അപ്പോൾ ഈ ഡോണർ ഏരിയ എല്ലാം ഇതുണ്ടോ, ഡോണർ ഏരിയന്ന് അവര് മുടിയെടുത്ത ഭാഗം എല്ലാം ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊരു 2-3 ഡേയ്സിന് ഇനി അഴിക്കാൻ പറ്റില്ല. 2-3 ഡേയ്സിന് ശേഷമേ നമുക്കത് ഇനി അഴിക്കാനും ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഞാൻ അത് ഇങ്ങനെ അഴിക്കണം. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ അഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ നോർമൽ ഡ്രസ്സിൽ പുറത്തിറങ്ങും. സോ അതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. കറക്റ്റായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ നിലവിലെ അവസ്ഥ. എങ്ങനെയുണ്ട് എൻ്റെ ഫ്രണ്ട് പോർഷൻ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വലിയ വേദനയൊന്നും ഇല്ലായിരുന്നു. ഒരു കാം മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സ്ലീപ്പി മൂഡിലേക്ക് ഇങ്ങനെ പോയി. ഒരുപാടല്ലാതെ വേദനിച്ച് അങ്ങനെ ഒന്നുമില്ല.
നൈസായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞതാ തിരിച്ചതാ ക്യൂട്ടിസിൽ നിന്ന് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണോ. അപ്പോൾ ക്യൂട്ടിസിന്റെ അടുത്താണ് കേട്ടോ ശരിക്കും എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. ക്യൂട്ടിസിന്റെ അവിടുന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് ഒക്കെ എനിക്ക് ഡിസ്റ്റൻസ് ആകെ വരുന്നുള്ളൂ. ക്യൂട്ടിസ് വരുന്നത് ഇവിടെ HSR ലേഔട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ റൂം വരുന്നത് ഇവിടെ BTM ഫസ്റ്റ് സ്റ്റേജിലാണ്. അപ്പം ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു ക്യാബ് വിളിച്ചിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം ബൈക്കിലൊന്നും ഇനി പോകാൻ പറ്റത്തില്ല, കാരണം ഡസ്റ്റ് അടിക്കും. സോ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇനി എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ കാറല്ലാതെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇനി അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കെങ്കിലും, കുറച്ച് ദിവസമല്ല കുറച്ച് നാളത്തേക്ക് എനിക്ക് ബൈക്കെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കണം. ഹെൽമെറ്റ് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ സീനുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ ബയ്യാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ബയ്യ സേ ഹായ്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ പെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പെയിൻ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ചെറിയ ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെവിനെസ് ഒക്കെ പോകാൻ കുറച്ച് ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹെവിനെസ് ഒക്കെ കുറച്ച് കുറഞ്ഞ് കിട്ടുന്നതാണ് പറഞ്ഞത്. നാളേക്കും മറ്റന്നാളത്തേക്കൊക്കെ ആയിട്ട് കുറേയൊക്കെ നമുക്ക് ശരിയാവുമായിരിക്കും. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ സിൽക്ക് ബോർഡ് ട്രാഫിക് ഇതാ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിലത്തെ ഏറ്റവും വലിയ ഹെവി ട്രാഫിക് വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ സിൽക്ക് ബോർഡ് ട്രാഫിക് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് സിൽക്ക് ബോർഡ് ട്രാഫിക് കഴിഞ്ഞ് ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മടിവാള സൈഡിലേക്ക് തിരിഞ്ഞു. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലൊക്കെ ഇവിടെ പെരും ബ്ലോക്കായിരിക്കും, ഭയങ്കര ബ്ലോക്കായിരിക്കും. പിന്നെ ബൈക്ക് ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും കുത്തിത്തിരികൊക്കെ വരാം. കാറൊക്കെ ആണെങ്കിൽ പട്ടി ലോക്കായ അവസ്ഥയായിരിക്കും.